സംസ്കൃതിയുടെ UGC നെറ്റ് ഇംഗ്ലീഷ് ലൈവ് PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞു. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു among the following was not associated with Cambridge School of Critics? FR ലീവിസ്, QD ലീവിസ്, വില്യം എംസൺ, കെന്നിത്ത് ബർക്ക്. ഇതിന്റെ 3 പേരും FR ലീവിസ്, QD ലീവിസ്, വില്യം എംസൺ ഒക്കെ കാംബ്രിഡ്ജ് സ്കൂൾ ക്രിട്ടിക്സ് ആണ്. സോ ഇതില് ഓപ്ഷൻ 4 ആണ് ആൻസർ. കെന്നത്ത് ബർക്ക് ആണ് ഇതില് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പാട്രിക് വൈറ്റ്, ദ ഓസ്ട്രേലിയൻ നോവലിസ്റ്റ്, വാസ് എ റെസിപ്പിയന്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈസസ്? ഇതില് പറയാം, പാട്രിക് വൈറ്റിന് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1973. ഓസ്ട്രേലിയൻ ദ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസും കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ ആണ് ആൻസർ. A and D ഓൺലി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Which of the following magazines aimed at depicting concerns of girls who embraced the tenets of girl culture, the girlhood? ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ABC, സാസി, ബസ്റ്റ്, ബിച്ച്. ഇതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 ABC ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Which among the following does not fall in the category of morality plays? The Castle of Perseverance, Mind, Will and Understanding, Mankind. ഇത് മൂന്നും മൊറാലിറ്റി പ്ലേ ആണ്. ഇതിൽ ദ സിറ്റി ഹെയറസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഫ്രാബലിന്റെ വർക്കാണ്. ഇതാണ് ഇതിൽ മൊറാലിറ്റി പ്ലേയുടെ കാറ്റഗറിയിലേക്ക് വരാത്ത വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Annotated bibliography provides a brief summary stating importance of the work cited or referred to in the research. അതാണ് ആൻസർ. സോ തേർഡ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Which of the following statements are correct regarding Dalit Panthers movement? Dalit Panthers movement was influenced by the Black Panthers movement. Option A ശരിയാണ്. Dalit Panthers is a social organization that was founded by Dr. B.R. Ambedkar. അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. Dalit Panthers movement was led by Raja Dal, Namdeo Desal, J.V. Pawar. അത് കറക്റ്റ് ആണ്. ജ്യോതിബ ഫുലെ പാർട്ടിസിപ്പേറ്റഡ് ആക്റ്റീവ്ലി ഇൻ ദ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്. ആ ഒരു ഓപ്ഷൻ നമുക്കറിയാം തെറ്റാണ്. ഓപ്ഷൻ ഇ ശരിയാണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ACE. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രോണോളജിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. What is the correct chronological order of the works of John Milton? Paradise Lost, Lycidas, El Algero, Paradise Regained, Comus. ഇത് മൂന്നുമാണ് തന്നിട്ടുള്ള വർക്ക്. ഫസ്റ്റ് ഓപ്ഷൻ El Algero ആണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കോമസ്, ലിസിഡാസ്, പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ്. ആ ഒരു ഓർഡറിലാണ് വരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ EDCAB ഇതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. Which of the following books was edited by gay activist and artist Joseph Beam and Essex Hemphill? Brother to Brother, New Writings by Blank Gaiman എന്ന് പറഞ്ഞിട്ട് 1991 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇത്തരത്തിൽ ജോസഫ് ബീമും എസെക്സ് ഹെംഫിലും കൂടെ എഡിറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 1 ആണ്, ഫസ്റ്റ് 1 ആണ് കറക്റ്റ് ആൻസർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. From the following writers who are known for magical realism? സൽമാൻ റുഷ്ദിയും ഗബ്രിയേൽ ഗാർഷ്യ മാർക്കീസും ആണ്. സോ B and D, മൂന്നാമത്തെ ആയിട്ടുള്ള B and D ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. കൂലി, ദ സെർപ്പന്റ് ആൻഡ് ദ റോ, വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ, ഷാഡോ ഫ്രം ലഡാക്ക്. ഇതിലെ മെയിൻ വർക്കിലെ പ്രൊട്ടഗോണിസ്റ്റ് ആണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. കൂലി ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് ആണ് മുന്നു. ദ സെർപ്പന്റ് ആൻഡ് ദ റോ രാമസ്വാമി. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ ശ്രീറാം ആണ്. ഷാഡോ ഫ്രം ലഡാക്ക് സത്യജിത്ത് ആണ്. സോ ഓപ്ഷൻ 4 ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. What is the correct sequence of the following novels of Amitav Ghosh in order of their year of publication? The Hungry Tides, Sea of Poppies, The Circle of Reason, The Shadow Lines, The Calcutta Chromosome. ഇതൊക്കെയാണ് ഇതിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ നമുക്കറിയാം. അമിതാഭ് ഘോഷിന്റെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് റീസൺ ആണ്. അപ്പം ഈ ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ സെക്കൻഡ് ആണ്, EBDAC. ദ സർക്കിൾ ഓഫ് റീസൺ 1986 പബ്ലിഷ് ചെയ്തു. പിന്നീട് ഷാഡോ ലൈൻസ് 1988,
The Calcutta Chromosome 1995, then the Hungry Tide 2004, The Sea of Poppies 2008. ഇതാണ് ഈ ഒരു വർക്കിന്റെ ഓർഡർ എന്ന് പറയുന്നത്. Identify the author who stated the following lines. There is first the literature of knowledge, and secondly the literature of power. The function of the first is to teach. The function of the second is to move. The first is a rudder. The second an oar or a sail. ആരാണ് ഇതിന്റെ ഓതർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. തോമസ് ഡി ക്വിൻസി ആണ് ആൻസർ. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Which articles of Indian Constitution pertain to the provisions relating to the official language of the Union? ഇതിൽ രണ്ട് ആർട്ടിക്കിൾ ആണ് വരുന്നത്. ബി ആൻഡ് സി ആണ്. 343 ആൻഡ് 344. ഇതാണ് ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. സോ 3 ബി ആൻഡ് സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Who among the following was not associated with the Yale School? Harold Bloom, Terry Eagleton, Paul Deman, Jacques Derrida. ഇതിൽ ടെറി ഈഗിൾട്ടൺ ആണ് യേൽ സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടാത്തത്. ഹറോൾഡ് ബ്ലൂം, പോൾ ഡിമാൻ, ഡെറിഡ ഇവരൊക്കെ യേൽ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. സോ ഓപ്ഷൻ 2 ആണ് ഇതിലെ ആൻസർ എന്ന് പറയുന്നത്. ടു നേഷൻസ് ഇസ് എ സബ് ടൈറ്റിൽ ഓഫ് ബെഞ്ചമിൻ ഡിസ്രേലിന്റെ സിബിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിന്റെ സബ് ടൈറ്റിൽ ആണ് ദ ടു നേഷൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെയും റൈറ്റ് ആൻസർ. അടുത്തത് ഒരു കൺസെപ്റ്റും അത് ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒബ്ജക്റ്റിവിസം is by William Carlos Williams, Pathetic Fallacy by John Ruskin, Sprung Rhythm by G.M. Hopkins, Structures of Feeling by Raymond Williams. So option 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 67th ക്വസ്റ്റ്യൻ ബുക്കും അതിന്റെ ഓതർ ആരാണ് എന്നുള്ളതാണ്. ദ കംപ്ലീറ്റ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഫെലുദ എഴുതിയിട്ടുള്ളത് സത്യജിത് റായ് ആണ്. ദ പെർഫെക്റ്റ് മർഡർ ബൈ റസ്കിൻ ബോണ്ട്, Sacred Games by Vikram Chandra, Gin Patrol on the Purple Line, it's by Deepa Annapara. So option 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Who among the following used untranslatableness in his famous work? S.T. Coleridge, Biographia Literaria ഇതിലൊരു കൺസെപ്റ്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ. What is the correct chronological sequence of the following Dalit women writers in the order of their birth? ഇതിൽ ഓർഡർ ഓഫ് ദ ബർത്തിൽ വരുമ്പോൾ കുമുദ് പൗദെ ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്. 1938 ഒരു ഓർഡർ ജനിക്കുന്നത്. പിന്നീട് ഉർമിള പവാർ 1945, then ബി ബാമ 1958, then ഡി ഗോഗു ശ്യാമള, പിന്നീട് സി മീന കന്ദസാമി 1984. ഇതാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. What is the correct chronological sequence of the following Indian writers in order of their birth? ഇതിൽ ഇവിടെയും ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൈക്കിൾ മധുസൂദനൻ ദത്ത് ആണ്. പിന്നീട് സി തൊറൂദത്ത് 1856, then മുൾക്രാജ് ആനന്ദ് in 1905, മനോഹർ മൽഗോങ്കർ in 1930, and finally ഖുശ്വന്ത് സിംഗ് in 1915. അപ്പം ഓപ്ഷൻ 3 ആണ് ECBAD. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. Which of the following statements are correct about Dr. B.R. Ambedkar's Annihilation of Caste and concerns dealt within it? Annihilation of Caste എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു അൺഡെലിവേർഡ് സ്പീച്ച് ആണ് 1936 എഴുതിയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഫസ്റ്റ് 1 കറക്റ്റ് ആണ്. And it focuses on the need to create a society where individuals are treated with dignity and respect regardless of their caste. ഓപ്ഷൻ എയും ബിയും ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ആണ് ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ ആൻസർ. Arrange the following films on disability concerns in the order of their year of release. ഇതില് ഫസ്റ്റ് വരുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത് 1996 കാമോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ്. പിന്നീട് ഇക്ബാൽ 2005 വന്നിട്ടുള്ളതാണ്. ഫന 2006, 2009, മാർഗരിറ്റ വിത്ത് എ സ്ട്രോ അതാണ് കുറച്ച് റീസൺ 2014 വന്നിട്ടുള്ളത് ഇതാണ്. സോ BCEAD ആണ് 72ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കുറച്ച് ലിറ്റററി ടേംസ് ആണ്. അപ്പോഡോസിസ് എന്ന് പറയുന്നത് എ ക്ലോസ് എക്സ്പ്രസിംഗ് ദ കോൺസിക്വൻസ് ആണ്. പ്രൊട്ടാസിസ് ഇസ് എ ക്ലോസ് എക്സ്പ്രസിംഗ് ദ കണ്ടീഷൻ. കൊളക്കേഷൻ ഇസ് എ പെയർ ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ഹാബിച്വലി ജസ്റ്റിപ്പോസ്ഡ്. കോപ്പുലാർ വേർബ് എന്ന് പറയുന്നത് ലിങ്ക്സ് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ് വിത്ത് എ കോംപ്ലിമെന്റ്. ഇതാണ്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. A2, B1, C4, D3. 4th 1 ആണ് ആൻസർ.
What is the correct sequence of various periods of English literature? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ആ ഒരു കറക്റ്റ് പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. BADCE. ജക്കോബിയൻ പീരീഡ് കാരോലിൻ ഏജ്, then Commonwealth period, Restoration age, and then Augustan age. അതാണ് ആൻസർ BADCE. തേർഡ് മൂന്നാമത്തതാണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. The line "He who works for sweetness and light united works to make reason and the will of God prevail" occurs in മാത്യു അർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ വർക്കിലാണ് ഈ ഒരു ലൈന് വരുന്നത്. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ.